നമ്മുടെ നാട്ടിൽ ഇത് എന്തൊക്കെയാ നടക്കുന്നത്? ഉം ഇങ്ങനത്തെ കുട്ടികളൊക്കെ നമ്മുടെ നാട്ടില് കാണുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഒരു പേടിയാവുന്നു. നമ്മുടെ വീട്ടിലെ കുട്ടികളെ പറഞ്ഞു വിടാൻ തന്നെ പേടിയാവുന്നു സ്കൂളിലേക്ക്. ഇന്ന് രാവിലെ ഒരു ടീച്ചർ സംസാരിക്കുന്ന കേട്ടു. അടിക്കേണ്ടിടത്ത് അടിച്ചും സ്നേഹം കാണിക്കേണ്ടിടത്ത് സ്നേഹം കാണിച്ചും വേണം കുട്ടികളെ വളർത്താൻ. ഇങ്ങനെയുള്ള കുട്ടി ക്രിമിനലുകളെ എന്തിന് പരീക്ഷ എഴുതിപ്പിക്കുന്നേ? എന്തായി നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? അങ്ങനെയുള്ള കുട്ടികളെ പരീക്ഷ എഴുതിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾ നന്നായിട്ട് വരുമോ? ഒരു ജീവനാ പൊലിഞ്ഞു പോയി. ആ വീട്ടിലുള്ള ആൾക്കാരുടെ ആ ഒരു മനസ്സൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എങ്കിലും എഴുതിപ്പിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെയുള്ള ഓരോ ന്യൂസുകൾ കേൾക്കുമ്പം നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ തന്നെ നമുക്ക് പേടിയാവുക. പണ്ടൊക്കെ അടിച്ചാലും നമ്മള് കുട്ടികളൊന്നും അങ്ങനെ വീട്ടിൽ വന്ന് പരാതിപ്പെടത്തില്ല. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ ടീച്ചർമാര് നമുക്ക് വേണ്ടിയിട്ട് നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്കൊന്നും ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഉള്ള കുട്ടികൾക്ക് ഇപ്പം വേണമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ കിട്ടിയിരിക്കണം. അതെന്തൊരു പ്രായ 15 വയസ്സുള്ള കുട്ടികളുടെ മനസ്സിൽ ഇത്രയും പക വന്ന് ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാല് എങ്ങനെയാ? ഈ 15 പേരും ചെയ്തേക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അത്ര നല്ല കാര്യങ്ങളാണോ? നമ്മളൊരു കോപ്പി അടിച്ചാൽ നമ്മളെ പരീക്ഷ ഹാളിൽ നിന്ന് പുറത്തയച്ച് പരീക്ഷ എഴുതിപ്പിക്കാത്ത കാലത്ത് ഒരു കുട്ടിയുടെ ജീവൻ പോയിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ആ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് എന്താ പറയേണ്ടത് നമ്മള്? നല്ല ഒന്നാന്തര നിയമമാണല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ആ കുട്ടീന്റെ അച്ഛനും അമ്മയ്ക്കും എന്തൊരു വിഷമം ഉണ്ടാവും. ഇന്ന് ആ കുട്ടി പരീക്ഷ എഴുതേണ്ടതല്ലായിരുന്നോ? നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടത്. ഇത്ര ഒരു നല്ല കാര്യം ചെയ്ത കുട്ടികളെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കണം അല്ലേ? രാവിലെ ആ ടീച്ചർ സംസാരിക്കുന്ന കേട്ടപ്പോ ശരിക്കും അവര് ചോദിക്കുന്ന ചോദ്യങ്ങളോ ഒന്നും ആരുടെയും ചെവിയിൽ വീഴുന്നില്ലെന്ന് തോന്നുന്നു. എന്തൊക്കെ ആയാലും ഇത് വളരെ മോശമായി പോയി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളെ കൊണ്ടുപോയി പരീക്ഷ എഴുതിപ്പിച്ച് അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഇനിയുള്ള 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒന്നും എന്ത് ചെയ്താലും കുഴപ്പമില്ല, പുറത്ത് വരാന്നാണെങ്കിൽ എന്നാ പിന്നെ നമുക്ക് ഇനി ആയുധങ്ങളുമായിട്ട് കുട്ടികളെ സ്കൂളിലോട്ട് അയക്കാം. വൈരാഗ്യം തോന്നുന്നവരോടൊക്കെ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും. അപ്പൊ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ, എന്ത് വേണേലും ആകാലോ. അതും പോരാഞ്ഞ് 4 വയസ്സുള്ള കുട്ടി കഴിച്ച ചോക്ലേറ്റില് മയക്കുമരുന്ന്. ഇതൊക്കെ എന്താ? നമ്മളിപ്പോ കുട്ടികളെ എങ്ങനെയാണ് സ്കൂളിൽ അയച്ചുവിടേണ്ടതെന്ന് അറിയത്തില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ ഒട്ടും സുരക്ഷിതരല്ല. എങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് സ്കൂളിലോട്ട് പറഞ്ഞു വിടുന്നത്? നമ്മൾ നന്നായി ഇരുന്നാലും വരുന്ന കുട്ടികൾ ഇതുപോലെയുള്ള 4-5 എണ്ണമാണ് ക്ലാസ്സിലുള്ളതെങ്കിൽ നമ്മുടെ കുട്ടികൾ എങ്ങനെ സുരക്ഷിതരാകും? എന്തായാലും ഇതിനൊക്കെ ഒരു തീരുമാനം വരുമെന്നൊന്നും തോന്നുന്നില്ല. ആ കുട്ടിക്ക് ഒരിക്കലും ന്യായം കിട്ടുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ നാട്ടില് നിയമവ്യവസ്ഥയൊക്കെ മാറ്റേണ്ട കാലങ്ങൾ കഴിഞ്ഞു. ഇനി എന്ന് മാറുമെന്നും അറിയത്തില്ല. എന്നാ പറയാനാ? നമുക്ക് പറഞ്ഞ് നമ്മുടെ തൊണ്ടയിലെ വെള്ളം വറ്റുന്നതല്ലാതെ ഈ നിയമങ്ങളൊന്നും മാറാനും പോകുന്നില്ല. കുറ്റം ചെയ്യുന്ന കുട്ടികൾ നല്ല ഒന്നാന്തരം ക്രിമിനലുകളായിട്ട് വരാനായിട്ട് ഞാൻ അവരെ നന്നായിട്ടൊന്ന് വാഴ്ത്തിയേക്കാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ നാട്ടിലെ കുട്ടികൾ വളരേണ്ടത്? നന്നായി വരട്ടെ. കുട്ടികൾ പരീക്ഷ എഴുതി നല്ല ഒന്നാന്തരം ഡോക്ടർമാരോ അല്ലെങ്കിൽ എഞ്ചിനീയർമാരോ അല്ലെ നേഴ്സുമാരോ വലിയ വലിയ തലങ്ങളിൽ എത്തട്ടെ. പരീക്ഷ എഴുതിയേ ഇത്രയും വലിയ കുറ്റം ചെയ്ത കുട്ടികള് പരീക്ഷ എഴുതി എവിടെ പോകാനാണ്? താൻ ചെയ്ത കുറ്റം എന്താന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് പരീക്ഷ എഴുതിയവന്മാർ എന്തെടുക്കാൻ പോവാ? ഇവരെ എന്തോന്നാ പറയേണ്ടത്? പ്രൊട്ടക്ഷൻ ചെയ്ത് ഒന്നും പറയാനില്ല നമുക്ക്. ആരോട് പറഞ്ഞാലും കേൾക്കാനും പോകുന്നില്ല. പിന്നെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്ന് പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലും കുട്ടികൾ ഉണ്ടല്ലോ അല്ലേ? നമുക്ക് പേടിയാവൂല്ലേ കുട്ടികളെ പറഞ്ഞു വിടുമ്പോ?